പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ഇന്ന് മാർച്ച് 20 വെള്ളി. 1 തീമോത്തിയോസ് 1-ാം 15-ാമത്തെ വാക്യം. ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. ജീവിതത്തിൻ്റെ തിരക്കിലും ചിന്തകളിലും നാം പലപ്പോഴും നമ്മുടെ ആത്മീയ ജീവിതത്തെ മറക്കാറുണ്ട്. എന്നാൽ നോമ്പ് കാലത്തിൽ നമ്മോട് വീണ്ടും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: നീ എവിടെയാണ്? ദൈവത്തോടുള്ള നിന്റെ ബന്ധം എങ്ങനെയാണ്? ഈ ചോദ്യത്തിന് ഉത്തരം നൽകാൻ നമ്മെ സഹായിക്കുന്ന വചനമാണ് നാം വായിച്ച് കേട്ടത്. ഈ വചനത്തിൽ ഒളിഞ്ഞിരിക്കുന്ന സന്ദേശം ക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ വന്നു എന്നതാണ്. പൗലോസ് തൻ്റെ ജീവിതത്തെ നോക്കുമ്പോൾ പറയുന്നു, പാപികളിൽ ഞാൻ ഒന്നാമൻ. ഈ വാക്കുകൾ വിനയത്തിൻ്റെ അടയാളമാണ്. അതിലൂടെ നാം മനസ്സിലാക്കുന്നത് ദൈവത്തിൻ്റെ കൃപ അനുഭവിക്കുന്നതിന് മുൻപ് മനുഷ്യൻ തൻ്റെ അപൂർണതയെ തിരിച്ചറിയണം എന്നതാണ്. നാം പൂർണ്ണന്മാരല്ല, പക്ഷേ ദൈവത്തിൻ്റെ കൃപയ്ക്ക് അർഹരായവരാണ് എന്ന ബോധ്യം നമുക്കുണ്ടാകേണ്ടതുണ്ട്. നമ്മുടെ കുടുംബ ജീവിതത്തിലും ഈ യാഥാർത്ഥ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരേ ഭവനത്തിൽ താമസിച്ചാലും മനസ്സുകൾ അകലെയാകാം. ചെറിയ വാക്കുകൾ വലിയ വേദനകൾ സൃഷ്ടിക്കാം. തെറ്റിദ്ധാരണകൾ കുടുംബത്തിൽ ഉണ്ടാകാം. മാതാപിതാക്കളും മക്കളും തമ്മിൽ ദൂരം ഉണ്ടാകാം. എന്നാൽ ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നതാണ്, ക്രിസ്തു മനുഷ്യനെ കുറ്റപ്പെടുത്താനല്ല രക്ഷിക്കാനാണ് വന്നത്. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിനെ അനുഗമിക്കുന്ന കുടുംബങ്ങൾ കുറ്റം കണ്ടെത്തുന്ന ഭവനങ്ങളായി മാറരുത്, മറിച്ച് ക്ഷമയും കരുണയും നിറഞ്ഞ ഭവനങ്ങളാകണം. ഒരിക്കൽ ഒരു ചെറിയ കുട്ടി വീട്ടിൽ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ അബദ്ധത്തിൽ ഒരു വിലപിടിപ്പുള്ള ഗ്ലാസ് പാത്രം പൊട്ടിച്ചു. ഭയന്ന കുട്ടി നിലവിളിച്ചു. പിതാവ് എത്തിയപ്പോൾ പൊട്ടിയ പാത്രം കണ്ടു. എന്നാൽ പിതാവ് കോപത്തോടെ വിളിച്ചില്ല. പകരം അദ്ദേഹം സ്നേഹത്തോടെ പറഞ്ഞു, നീ എവിടെയാണെങ്കിലും പുറത്തേക്ക് വരൂ, ഞാൻ നിന്നെ ശാസിക്കുകയില്ല, ചേർത്ത് പിടിക്കും. പിതാവിൻ്റെ ശബ്ദം കേട്ട് കുട്ടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് വന്നു. അച്ഛൻ അവനെ ചേർത്ത് പിടിച്ചു പറഞ്ഞു, പാത്രം പൊട്ടിയത് ഒരു വലിയ കാര്യമല്ല, നീ എൻ്റെ മകനാണ് എന്നതാണ് എനിക്ക് പ്രധാനപ്പെട്ടത്. ഈ ചെറിയൊരു കഥയിൽ ക്രിസ്തുവിൻ്റെ ഹൃദയമല്ലേ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പാപം മനുഷ്യനെ പലപ്പോഴും ഭയപ്പെടുത്തിയേക്കാം. എന്നാൽ അതിൻ്റെ അനന്തരമായി ദൈവത്തിൽ നിന്ന് മനുഷ്യൻ ഓടി ഒളിക്കുകയാണ്. എന്നാൽ കൃപ മനുഷ്യനെ വിളിക്കുന്നു. മനുഷ്യൻ ദൈവത്തിലേക്ക് അതിലൂടെ തിരിച്ചു വരികയാണ്. ക്രിസ്തു നമ്മെ കുറ്റപ്പെടുത്താൻ വന്നതല്ല, നമ്മെ ഉയർത്താനാണല്ലോ വന്നത്. ഈ സത്യം നമ്മുടെ കുടുംബങ്ങളിലും ജീവിക്കേണ്ടതുണ്ട്. ഒരു കുടുംബത്തെ തകർക്കുന്നത് തെറ്റുകളല്ല, ക്ഷമയില്ലായ്മയാണ് എന്നത് നാം ഉൾക്കൊള്ളണം. ഒരു കുടുംബത്തെ നിലനിർത്തുന്ന പൂർണ്ണതയല്ല, സ്നേഹമാണ്. അതിനാൽ നമ്മുടെ ഭവനങ്ങളിൽ പരസ്പരം മനസ്സിലാക്കുവാൻ ശ്രമിക്കേണ്ടതുണ്ട്. നാം ഓർക്കേണ്ടതായ ചില ബോധ്യങ്ങൾ: പാപം മനുഷ്യനെ തകർക്കും, എന്നാൽ കൃപ മനുഷ്യനെ പുനർനിർമ്മിക്കും. കുറ്റബോധം മനുഷ്യനെ ഇരുട്ടിലേക്ക് നയിക്കും, എന്നാൽ ക്രിസ്തു മനുഷ്യനെ വെളിച്ചത്തിലേക്ക് നയിക്കും. ഹൃദയം ദൈവത്തിങ്കിലേക്ക് നമുക്ക് തിരിക്കുവാൻ സാധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് നോമ്പുകാലത്തിൽ ഒരു പുതിയ തീരുമാനം നമുക്കെടുക്കാം. പരസ്പരം കൂടുതൽ സ്നേഹിക്കാനും പരസ്പരം കൂടുതൽ ക്ഷമിക്കുവാനും നമുക്ക് ഒരുങ്ങാം. കാരണം ക്രിസ്തു പാപികളെ രക്ഷിപ്പാനാണല്ലോ വന്നത്. ക്രിസ്തുവിൻ്റെ സന്തോഷം നമ്മുടെ ജീവിതങ്ങളിലും ഹൃദയങ്ങളിലും കുടുംബങ്ങളിലും നിറഞ്ഞൊഴുകുവാൻ ഇടയായി തീരട്ടെ. പ്രാർത്ഥിക്കാം.
കരുണാപൂർണനായ ദൈവമേ, അവിടുന്ന് പാപികളെ രക്ഷിക്കുവാൻ ലോകത്തിലേക്ക് കടന്നു വന്നുവല്ലോ. പരസ്പരം ക്ഷമിക്കാനും സ്നേഹിക്കാനുമുള്ള ഹൃദയം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ ഭവനങ്ങൾ നിന്റെ സമാധാനത്തിൻ്റെ ഭവനങ്ങളാക്കി മാറ്റണമേ. ഞങ്ങൾ നിന്നിലേക്ക് കൂടുതൽ അടുത്തു വരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.